Hi friends, welcome back to Ripple Space Time. Shiva here. നമ്മൾ റിപ്പിൾ സ്പേസ് ടൈം എന്ന ചാനലിൽ ഒരു വലിയ അപ്ഗ്രേഡ് ഉണ്ട്. വലിയ അപ്ഗ്രേഡ് അല്ല, ചെറിയ അപ്ഗ്രേഡ് ആണ്. സോണിയുടെ ഒരു ക്യാമറ ഉണ്ട് നമുക്ക് ഇനി മുതൽ ഷൂട്ട് ചെയ്യാനായിട്ട്. പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നാൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് മൊബൈൽ ക്യാമറയിലായിരുന്നു. MI-A1 ആദ്യമായിട്ട് ഈ ചാനലിലെ ആദ്യത്തെ ഫുട്ടേജ് തുടങ്ങുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ ഫുട്ടേജ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഫോൺ പോക്കോ F1 ഷൂട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലൊന്നും നിങ്ങൾക്ക് സൂം ചെയ്ത് പല കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റാതെ മിസ്സായി പോയി എന്നുള്ള വിഷമം എപ്പോഴും മനസ്സിൽ കിടക്കുന്നുണ്ട്. അപ്പം അതെങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളത് എപ്പോഴും കോൺസ്റ്റന്റ് ചിന്തയായിരുന്നു. അപ്പം അതിന് വലിയൊരു ബഡ്ജറ്റിലോട്ട് പോകുന്നത് പാടുള്ള കാര്യമായിരുന്നു. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ഒരു ബഡ്ജറ്റിനെ പറ്റി ചിന്തിച്ചപ്പോഴത്തേക്കാണ് ഈ ഒരു ക്യാമറയെ പറ്റി എൻ്റെ മനസ്സിൽ വന്നത്. ഞാൻ കുറച്ചധികം നാൾ ഇതിനെപ്പറ്റി നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ സോണിയുടെ ഈ DSC HX400V എന്ന് പറയുന്ന ഈ ഒരു ക്യാമറയിലോട്ട് വരുന്നത്. ഇത് ഒരു DSLR പോലെ തോന്നുന്നു നിങ്ങൾക്ക് കാണുമ്പോൾ, പക്ഷേ ഇത് DSLR അല്ല, ഇതൊരു പോയിന്റ് ആൻഡ് ഷൂട്ട് ക്യാമറയാണ്. ഇതൊരു ഹൈബ്രിഡ് ബ്രിഡ്ജ് ക്യാമറ എന്ന് പറയും. അപ്പോൾ നമുക്ക് എന്തായാലും ക്യാമറയുടെ കാര്യത്തിലോട്ട് വരാം. അപ്പോൾ കുറച്ചധികം നാളായി ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷുവറായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബാക്കി വീഡിയോസൊക്കെ കണ്ടു നോക്കുക. എന്നിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കുറച്ചധികം കമൻറ്റുകൾ ചെയ്യുക. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളും ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുക. അപ്പം എന്താണ് ഈ ക്യാമറയുടെ പ്രത്യേകം ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു ബ്രിഡ്ജ് ക്യാമറയാണ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൽ ലെൻസ് മാറ്റാൻ പറ്റത്തില്ല. ഇതൊരു ഫിക്സഡ് ആണ് ഈ ഇവിടെ ലെൻസ് മൗണ്ട് ചെയ്തേക്കുന്നത്. പക്ഷേ ഇതിന് നല്ലൊരു സൂമിങ് കപ്പാസിറ്റി ഉണ്ടാവും. 50x ഒപ്റ്റിക്കൽ സൂമിംഗ് ആണ് ഈ ഒരു ക്യാമറയിൽ വരുന്നത്. 50x ഒപ്റ്റിക്കൽ സൂമിങ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടില്ലേ, ഇതുവരെ സൂമാവും. അപ്പം 100x ഡിജിറ്റൽ സൂമും ഒപ്റ്റിക്കലായിട്ട് 50x അങ്ങനെ നമുക്ക് സൂം ചെയ്യാൻ പറ്റും. അതാണ് ഈ ക്യാമറയുടെ ലെൻസിൻ്റെ പ്രത്യേകത. കാൾ സൈസിൻ്റെ ലെൻസാണ്. പിന്നെ എന്തായാലും ഇതിൻ്റെ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് എനിക്ക് പറയണം. ഡിസഡ്വാൻറ്റേജ് പറഞ്ഞു തുടങ്ങാം. കാരണം നിങ്ങൾ മേടിക്കുന്നുണ്ടെങ്കിൽ ഡിസഡ്വാൻറ്റേജ് അറിഞ്ഞിട്ടേ ഒരു ക്യാമറ മേടിക്കുക, അല്ല അഡ്വാൻറ്റേജ് നോക്കി നിങ്ങൾ ഒരിക്കലും ഒരു ക്യാമറ മേടിക്കരുത്. ക്യാമറേനെ ആധികാരികമായിട്ട് പറയാനായിട്ട് DSLR അങ്ങനെ കുറച്ചധികം യൂസ് ചെയ്ത് ഉള്ള പരിചയമൊന്നും എനിക്കില്ല. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ചെറിയ ചെറിയ വീഡിയോകൾ എടുത്ത പരിചയമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ ക്യാമറേനെ പറ്റിയുള്ള കാര്യം പറയുമ്പോൾ ഇതിൽ 4K റെക്കോർഡിംഗ് ഇല്ല. അതുപോലെ തന്നെ 120 FPS ഒക്കെ എടുത്ത് സ്ലോ മോഷൻ ഫയൽ ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യവും ഇതിൽ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഫുള്ളി ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ക്രീൻ ഇല്ല. ഇത്രയും ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റും, ഇത്രയൊക്കെ ചരിച്ച് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് ഇതിനെ കറക്കിയെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ടച്ച് സ്ക്രീൻ ഇല്ല. ഇതൊക്കെ ഒരു വലിയ പോരായ്മയാണ് പല ആളുകളെയും കൺസിഡർ ചെയ്യുമ്പോൾ. പിന്നെ ഫുൾ ഫ്രെയിം സെൻസർ ഇല്ല. ഇതൊരു കാണുമ്പോൾ നല്ല സൈസ് ഉണ്ടെന്ന് തോന്നുമെങ്കിലും ഇതൊരു പോയിന്റ് ആൻഡ് ഷൂട്ട് ക്യാമറയാണ്. അപ്പോൾ ഇതിൻ്റെ സെൻസറും ചെറിയ സെൻസറാണ്. കാൾ സൈസിൻ്റെ ലെൻസ് ഉപയോഗിച്ച് ആ ചെറിയ സെൻസറിൽ കിട്ടുന്ന ഫയലേ നമുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് 25,000 റുപ്പീസാണ്. അപ്പോൾ 25,000 റുപ്പീസിന് ഇതൊരു വലിയ ഒരു ബാർഗെയിനാണ്, നല്ലൊരു ഓപ്ഷനാണ്. കാരണം ബ്രിഡ്ജ് ക്യാമറ സെറ്റപ്പിൽ ഈ ഫോക്കസിങ് റിങ് വരുന്നത് ഒന്നിനുമില്ല. എത്ര വില കൂടിയതാണെങ്കിലും ഫോക്കസിങ് റിങ് വരുന്നത് സോണിയുടെ ഈ ക്യാമറയിൽ മാത്രമേ ഞാൻ നടത്തിയ ഒരു റിസർച്ചിൽ കണ്ടുള്ളൂ. വേറെ ഒന്നിലും ഞാൻ കണ്ടില്ല. അപ്പോൾ നമുക്കിതുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുവൽ ഫോക്കസിങ് മോഡ് ഇട്ടതിന് ശേഷമാണ് എന്നുണ്ടെങ്കിൽ, മാനുവൽ ഫോക്കസിങ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഇത് ഉപയോഗിച്ച് ഫോക്കസിങ് ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഫോക്കസിങ് റിംഗ് ആയിട്ട് എനിക്ക് ഉപയോഗിക്കാം. അല്ല, ഓട്ടോ ഫോക്കസ് ഇട്ടതിന് ശേഷമാണെങ്കിൽ ഇതൊരു സൂമിങ് റിംഗ് ആയിട്ടും എനിക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ സൂമിങ് ആയിട്ടാണ് വർക്കായത്. അപ്പോൾ ഈ ഒരു അഡ്വാൻറ്റേജ് നല്ല രീതിയിൽ എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട് ഓഫ് ഫോക്കസിൽ നിന്ന് ഫോക്കസിലോട്ട് വരുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് ഇതിൽ എളുപ്പമാണ്. ബാക്കി വില കൂടിയ ബ്രിഡ്ജ് ക്യാമറയിലും പറ്റത്തില്ല. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള വേറെ കാര്യം, പവർ ബാങ്ക് ഉപയോഗിച്ച് ചാർജ് ചെയ്യാൻ പറ്റും. പവർ ബാങ്ക് ഉപയോഗിച്ച് ചാർജ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു ഒരു വലിയൊരു സംഭവം. കാരണം ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും ബാറ്ററി തീർന്നു പോകുമോ എന്നുള്ള പ്രശ്നം ഭയങ്കര കൺസേൺ ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് അങ്ങനെ ചാർജ് ചെയ്യാൻ പറ്റും. ഇവിടെ കാണിച്ചു തരാം. ഇതാണ് മൈക്രോ USB വഴി നമുക്ക് പവർ ബാങ്ക് ഉപയോഗിച്ച് ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് മേടിക്കുമ്പോഴത്തേക്കും വാൾ സോക്കറ്റ് ബാറ്ററി ഊരി റിമൂവ് ചെയ്ത് വെക്കുന്ന ചാർജറും കിട്ടത്തില്ല. ചാർജറും നമ്മൾ മൈക്രോ USB ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ള ചാർജറേ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ബാറ്ററി പാക്കും ബാറ്ററി ചാർജിങ് കിറ്റും നമ്മൾ സോണിയുടെ ഷോപ്പിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്യാമറ ഷോപ്പിൽ നിന്നോ മേടിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എന്തൊക്കെ മനസ്സിലായി, ഇതിൽ സൂമിംഗ് റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ പവർ ബാങ്ക് ഉപയോഗിച്ച് ചാർജ് ചെയ്യാനും പറ്റും. പിന്നെ
ഇനിയുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 50x സൂമിൻ്റെ കാര്യം പറഞ്ഞു. 1080p 50 FPS ഷൂട്ട് ചെയ്യുന്ന ഫയല് ആണ് ഇതിൻ്റെ അകത്ത്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ വഴി നല്ല രീതിയിലുള്ള ഫയലുകളിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് എൻ്റെ ഫുൾ ക്വാളിറ്റി ഫയൽ എന്ന് പറയുന്നത്. ഞാൻ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പം മൂവി ബട്ടൺ ഉണ്ട്. ഇതിൻ്റെ അകത്ത് സെപ്പറേറ്റ് ഡെഡിക്കേറ്റഡ് മൂവി ബട്ടൺ ഉണ്ട്. അപ്പോൾ ആ മൂവി ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ വീഡിയോ റെക്കോർഡിങ് സ്റ്റാർട്ടായി. അപ്പോൾ ആ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ അതിൻ്റെ ഫുൾ കേപ്പബിലിറ്റി, അതിൻ്റെ സെൻസറിൻ്റെ ഫുൾ പൊട്ടൻഷ്യലിൽ MTS ഫയൽ ഫോർമാറ്റിലായിരിക്കും ഷൂട്ടാവുന്നത്. പക്ഷേ ഈ MTS ഫയൽ ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്യുന്നത് നിങ്ങളുടെ മുമ്പ് എനിക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് എൻ്റെ ഐപാഡ് മിനിയിലാണ്. അപ്പോൾ എൻ്റെ ഐപാഡ് അവിടെ തന്നെ പോയി നിൽക്കുക, അവിടെ ലൈറ്റുള്ളൂ. അപ്പോൾ ഐപാഡ് മിനി ഞാൻ ഇന്ന് രാവിലെ ഇത്രയും നാൾ ബഗ് ഫിക്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അപ്ഡേറ്റ് ചെയ്യാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. ഐപാഡ് OS 13 ബീറ്റ വെർഷൻ 5 ഞാൻ ഇതിലിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അധികം ബഗ്ഗുകളൊന്നുമില്ല. അപ്പോൾ അതുള്ളത് കൊണ്ട് മാത്രം എനിക്ക് SD കാർഡ് റീഡർ ഉപയോഗിച്ച്, ആപ്പിളിൻ്റെ SD കാർഡ് റീഡർ ഉണ്ട്, 2500 രൂപയാണ്. അത് ഉപയോഗിച്ച് എനിക്ക് ഇതിൻ്റെ SD കാർഡിലുള്ള MP4 ഫയൽ ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്താണെങ്കിൽ മാത്രമേ ഇതിലോട്ട് ആക്കാൻ പറ്റും. പക്ഷേ MTSലുള്ള ആ ഫുൾ ക്വാളിറ്റി ഫയൽ എന്ത് ചെയ്താൽ എനിക്ക് ഇതിലോട്ട് ആക്കിയിട്ട് LumaFusion വഴി എഡിറ്റ് ചെയ്ത് നിങ്ങളെ മുമ്പ് കാണിച്ചു തരാൻ പറ്റത്തില്ല. ലാപ്ടോപ്പ് വഴി എഡിറ്റ് ചെയ്യാനായിട്ട് എൻ്റെ ലാപ്ടോപ്പ് എഡിറ്റിംഗ് സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് ആ ഫയൽ എനിക്ക് നിങ്ങളെ മുമ്പ് കാണിച്ചു തരാൻ പറ്റത്തില്ല. പക്ഷേ MP4 ഷൂട്ടാവുന്ന 1080p ഫയല് അത് ഏകദേശം 14 മെഗാപിക്സലോ 12 മെഗാപിക്സലിലുള്ളതേ ഷൂട്ടാവുന്നുള്ളൂ. പക്ഷെ മറ്റ് ആണെന്നുണ്ടെങ്കിൽ 20 മെഗാപിക്സലിലെ ഫുൾ സെൻസർ ഉപയോഗിക്കും, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ നല്ല രീതിയിൽ ഉപയോഗിക്കും, നല്ല രീതിയിലുള്ള ഫോക്കസിങ് കേപ്പബിലിറ്റി അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. പക്ഷെ എന്തോ എനിക്ക് പറ്റുന്നില്ല. പക്ഷെ എന്താണെങ്കിലും ഈ ക്യാമറയ്ക്ക് നല്ല പോസിബിലിറ്റി ഉണ്ട്. നിങ്ങൾ ലാപ്ടോപ്പ് ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ഫുൾ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഐപാഡ് ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് ആ ഒരു വർക്ക് ഫ്ലോയിലുള്ള പ്രശ്നം വന്നത്. അപ്പോൾ പിന്നെ ഇതിൽ എക്സ്റ്റേണൽ മൈക്ക് 3.5 mm ജാക്ക് ഇല്ല എന്നുള്ളത് പലരെയും സംബന്ധിച്ചൊരു വലിയ പോരായ്മയാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഹോൾഷൂ വഴി സോണീൻ്റെ ക്യാമറ കണക്ട് ചെയ്തിട്ട് സോണീൻ്റെ മൈക്രോഫോൺ കണക്ട് ചെയ്യുമ്പോഴത്തേക്കും അത് ഓട്ടോമാറ്റിക്കായിട്ട് വീഡിയോ ആയിട്ട് സിങ്ക് ആവുന്ന ഫീച്ചറും ഉണ്ട്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്റ്റേണൽ മൈക്ക് കണക്ട് ചെയ്യാൻ പറ്റാതെ ഇല്ല, പറ്റും. പക്ഷേ 3.5 mm ജാക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പം പോരായ്മകൾ കുറച്ചധികം ഉണ്ട്. 4K ഇല്ല, സ്ലോ മോഷൻ ഇല്ല, 3.5 mm ജാക്ക് ഇല്ല, ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ക്രീൻ ഇല്ല, ഫുൾ ഫ്രെയിം സെൻസർ ഇല്ല, ടച്ച് സ്ക്രീൻ ഇല്ല. ഇതൊക്കെ ഇല്ല എന്ന് പറയാമെങ്കിലും 25,000 അകത്ത് 50x സൂം കിട്ടുന്നുണ്ട്. 1080p MTS ആണെങ്കിൽ അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. MP4 ആണെങ്കിലും നല്ല യൂസബിൾ ആയിട്ടുള്ള സംഭവം കിട്ടുന്നുണ്ട്. അതേ സമയത്ത് എടുത്തു പറയാനുള്ള പവർ ബാങ്ക് വഴി ചാർജ് ചെയ്യാൻ പറ്റും. എത്ര വില കൂടിയതാണെങ്കിൽ ഈ ഫോക്കസിങ് റിംഗ് ഇല്ല. ഇതൊരു 2014 ഇറങ്ങിയതാണ്, ഇപ്പോൾ 2019 ആയി. എന്നിട്ടും ബാക്കിയുള്ള ഇപ്പോൾ ഇറങ്ങിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബ്രിഡ്ജ് ക്യാമറയുടെ കൂടെയും ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും വിലയും 25,000 എന്ന് പറയുന്ന പ്രൈസിൽ പിടിച്ചു നിൽക്കുന്നുണ്ട്. അല്ലാതെ 35,000 ഒരു ബ്രിഡ്ജ് ക്യാമറ മേടിക്കുന്നത് ഭയങ്കര മണ്ടത്തനമാണ്. അപ്പോൾ 25,000 ബ്രിഡ്ജ് ക്യാമറ മേടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വലിയ ഒരു പോരായ്മയായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇനി ഭാവിയിൽ ഒരു 1.5 കൊല്ലമൊക്കെ എന്തായാലും ഇത് ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ ഇടയിൽ മിറർലെസ് ക്യാമറയുടെ ഫുൾ ഫ്രെയിം ഒക്കെ നല്ല വില കുറഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്കത് മേടിക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ചാടിക്കേറി ഒരു ഹൈ ബഡ്ജറ്റ് ആവും, ഒരു മിനിമം ഒരു 90,000 റുപ്പീസ് ആവും ഒരു നല്ലൊരു മിറർലെസ് ക്യാമറ മേടിക്കണമെങ്കിൽ. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ച് ഇല്ലാണ്ട് തന്നെ നമുക്ക് നല്ലൊരു സൂമിങ് കേപ്പബിലിറ്റി കിട്ടും. ഇത്രയും നാൾ നമുക്ക് സൂം ചെയ്യാനേ പറ്റിയിട്ടില്ല. അപ്പോൾ നമുക്കിനി സൂം ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു തന്നെയാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. 25,000 റുപ്പീസിന് സൂം ചെയ്യാൻ പറ്റും, പവർ ചാർജ് ചെയ്യാൻ പറ്റും, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫയലുകൾ കിട്ടും. ക്യാമറ ഫോട്ടോ എടുക്കാനാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്, നല്ല രീതിയിലുള്ള ഫയലുകളാണ് കിട്ടുന്നത്. ഫുള്ള് സൂം ചെയ്തതിന് ശേഷം എനിക്ക് ഇവിടുന്ന് അങ്ങ് എടുക്കുന്ന ഫയലുകൾ വരെ നല്ല രീതിയിൽ ഉള്ള ഫയലുകളാണ് ഇവിടുന്ന് കിട്ടുന്നത്. പിന്നെ അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം ഷെയർ ചെയ്യുക. ഇപ്പോൾ ഇതിനകത്ത് iPadOS 13 പറ്റി കുറേ പറയാനുണ്ട്, അത് വേറൊരു വീഡിയോയിൽ ഞാൻ പറയാം. iPadOS 13 വളരെ യൂസ്ഫുൾ ആണ്. iPadOS 13 ഇതിൽ ഇന്ന് രാവിലെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇതിൽ നിന്ന് MP4 എങ്കിലും ഇതിലോട്ട് ആക്കാൻ പറ്റുന്നത്. അല്ലായിരുന്നെങ്കിൽ MP4 ഇതിലോട്ട് കൊണ്ടുവരണമെങ്കിൽ തന്നെ ഞാൻ ഒരു ലാപ്ടോപ്പിൻ്റെ സഹായം ചെയ്യേണ്ടി വന്നേനെ. iPadOS 13 ഫയൽ ആപ്പ് അത്രയ്ക്ക് അടിപൊളി ആയതുകൊണ്ടാണ് എനിക്ക് ജസ്റ്റ് ഒരു മെമ്മറി കാർഡ് റീഡർ വെച്ചിട്ട് MP4 എങ്കിലും ഇതിലോട്ട് ആക്കാൻ പറ്റിയത്. അപ്പോൾ MTS ഫയൽ ഫോർമാറ്റും കൂടെ അതുപോലെ വരും ദിവസങ്ങളിൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ആപ്പിൾ വർക്ക് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് നിങ്ങളുടെ മുമ്പ് ഇതിൻ്റെ ഫുൾ ക്വാളിറ്റി ഫയല് കാണിക്കാൻ പറ്റിയേനെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ മാക്സിമം ഇഷ്ടപ്പെടുന്ന ഇതുവഴി ക്യാമറയായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ല നിങ്ങൾ മേടിക്കാൻ ആരെങ്കിലുമൊക്കെ നോക്കി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എനിക്ക് ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് സംസാരിക്കുക ഇത്രയൊക്കെ അറിയത്തുള്ളൂ. പോയിന്റ് ആൻഡ് ഷൂട്ട് ക്യാമറ മേടിക്കാൻ തന്നെ കാരണം DSLR-ൽ അത്രമാത്രം കൺവീനിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ടും അത് അത്രമാത്രം യൂസ് ചെയ്യേണ്ട ആവശ്യങ്ങൾ എനിക്കില്ലാത്തത് കൊണ്ടുമാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പറ്റിയൊരു നല്ലൊരു ക്യാമറയാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ബെല്ലൈക്കൺ പഴയതുപോലെയല്ല, ഞെക്കുമ്പോഴത്തേക്കും വീണ്ടും 3 ഓപ്ഷൻ വരും. ആ ഓൾ എന്നുള്ള ഓപ്ഷൻ ഇനേബിൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഫയൽ ഷൂട്ടാവുന്നത് നമ്മളെ സോണിയുടെ ക്യാമറയിലാണ്. അപ്പോൾ നിങ്ങൾ ഡൈനാമിക് റേഞ്ചൊക്കെ നോക്കുക. സൺ അവിടെ നിന്നാണ്. ഞാനും ഫസ്റ്റ് ടൈമാണ് ഈ ഒരു രീതിയിൽ ഷൂട്ട് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ പോക്കോവിൻ്റെ ക്യാമറയിൽ ആണ് നിങ്ങൾ ഇത്രയും നേരം ഷൂട്ടായ ഫയൽ കണ്ടത്. അപ്പോൾ അതിൽ നിന്നും MP4-ലേ ഷൂട്ടാവുന്നുള്ളൂ. അല്ലാതെ ഞാനിപ്പോൾ മോഡ് മാറ്റിയിട്ടൊക്കെയാണ്. MTS ആ ഫുള്ളിലുള്ളത് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ 12 മെഗാ പിക്സലേ ഇതിൽ യൂസ് ആവുന്നുള്ളൂ. ഒപ്റ്റിക്കൽ സ്റ്റെബിലൈസേഷൻ യൂസ് ആവുന്നുണ്ടോ എന്നും അറിയത്തില്ല. പക്ഷെ എന്തായാലും സൂമിങ് ചെയ്യാൻ പറ്റും. ഞാൻ കുറച്ചും കൂടെ എന്നെ ഒന്ന് ഫ്രെയിമിങ് ചെയ്ത്, ഞാൻ ഇവിടെ ഇത്രയും ദൂരം നിന്നാണ് സംസാരിക്കുന്നതെങ്കിലും വേണമെങ്കിൽ ഒന്ന് സൂമിങ് ചെയ്ത് ഫ്രെയിമിങ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ദൂരമുള്ള ഒരു കാഴ്ച നിങ്ങൾക്ക് പകർത്തി തരാനും പറ്റും. അപ്പോൾ അതൊക്കെയാണ് ഇതുകൊണ്ടുള്ള ഗുണം. പിന്നെ ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ, സൂമിങ് ചെയ്ത് ഒരു കാര്യം കാണിക്കണമെന്നുണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്തതിന് ശേഷം സൂം ചെയ്യാൻ പോകുന്നതിനെക്കാട്ടിലും നല്ലത് ഓൾറെഡി നമ്മൾ ആ സ്ഥലത്തിൽ സൂം ചെയ്ത് വെക്കുക, എന്നിട്ട് റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഫാസ്റ്റായിട്ട് സൂമിങ്, അല്ലെങ്കിൽ സൂമിങ് പതുക്കെ കൂടി പോകത്തുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വേണമെങ്കിൽ ആദ്യമേ നമ്മൾ സൂമിങ് കൂട്ടി വെച്ചതിന് ശേഷം റെക്കോർഡിങ് നടത്തി അവിടുത്തെ കാര്യങ്ങൾ കിട്ടും. അപ്പോൾ അല്ലാതെ റെക്കോർഡ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം സൂം കൂട്ടി പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു എടുക്കുന്ന സമയം കൊണ്ട് നമ്മൾ എടുക്കാനുള്ള കാര്യം ചിലപ്പോൾ കഴിച്ചു പോയെന്നിരിക്കുക. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. കാരണം സൂമിങ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ DSLR-ൽ മെക്കാനിക്കൽ സൂമിങ് അല്ല, നമ്മൾ ആ റിംഗ് ഉപയോഗിച്ചാണ് സൂമിങ് ചെയ്യുന്നതെങ്കിലും അപ്പോഴും ആ സെൻസർ അതിൻ്റെ കാലിബ്രേറ്റ് ചെയ്ത് മോട്ടറിനെ പ്രവർത്തിപ്പിച്ചിട്ടാണ് അവിടെ സൂമിങ് സംഭവിക്കുന്നത്. അല്ലാതെ മെക്കാനിക്കൽ സൂമിങ് അല്ല അവിടെ. എന്താണെങ്കിലും സൂമിങ് റിംഗ് ഉപയോഗിച്ചാലും അവിടെ സൂമിങ് നടക്കാൻ കാര്യം അത് മെക്കാനിക്കൽ സൂമിങ് അല്ല, അവിടെയും അത് മോട്ടർ ഉപയോഗിച്ചിട്ടുള്ള ഇലക്ട്രോണിക് സൂമിങ് തന്നെയാണ് നടക്കുന്നത് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. പിന്നെ വിട്ടുപോയ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർമ്മിപ്പിക്കുക. എന്തെങ്കിലും ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുക. ഫോട്ടോ എടുക്കാനായിട്ട് നിങ്ങൾക്ക് പ്രോഗ്രാം ഓട്ടോ മോഡിലും അല്ലാതെ ഫുള്ളി മാനുവൽ മോഡിലുമുള്ള മോഡൊക്കെ ഉണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് പ്രൊഫഷണലി നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഫോട്ടോൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് എന്തുകൊണ്ടും നല്ല അടിപൊളി ക്വാളിറ്റി ആയിരിക്കും. കാരണം ഫോട്ടോയ്ക്ക് എപ്പോഴും ആ ഒപ്റ്റിക്കൽ സ്റ്റെബിലൈസേഷൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലായിരിക്കും. ഫുൾ 50 ഫ്രെയിം പെർ സെക്കൻഡിൽ ഷൂട്ട് ചെയ്യുമ്പോഴാണെങ്കിലും അത് കിട്ടും. പിന്നെ വ്യൂ ഫൈൻഡറിനെ പറ്റി ഞാൻ പറയാൻ മറന്നുപോയി. വ്യൂ ഫൈൻഡർ എന്ന് പറയുമ്പോഴത്തേക്കും അത് ഇലക്ട്രോണിക് വ്യൂ ഫൈൻഡറാണ്, അല്ലാണ്ട് മിറർ വഴി DSLR അല്ലല്ലോ. അപ്പോൾ അതും കൂടെ ഒന്ന് ഓർത്തോളുക. അതാണ് വ്യൂ ഫൈൻഡറിൻ്റെ കാര്യം. വ്യൂ ഫൈൻഡറും അത്യാവശ്യം മോശമില്ലാത്ത വ്യൂ ഫൈൻഡറാണ്. ഇൻഫോർമേഷൻസ് എല്ലാം അതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ മിസ്സാവുന്നതാണ്. എനിക്ക് എന്തായാലും ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് MP4-ലാണ് എന്നുള്ളൊരു വിഷമമുണ്ട്. ഞാൻ MTS-ലുള്ള ഫയല് iPad-ലോട്ട് കൊണ്ടുവരാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ശരി. പിന്നെ Ba, ini ba. 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 Ini ba. Ayo di ba. Ba.
ഒരു ഗൗരിയെ കിട്ടിയില്ലെന്ന് പറഞ്ഞു എവിടെ ആയിക്കോട്ടെ ഒരു ഗൗരിയുടെ ഒരു ഗൗരിയാണ് അപ്പോൾ ബൈ പീസ് ഔട്ട്. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ശിവ സൈനിങ് ഔട്ട് ഫ്രം റിപ്പിൾ സ്പേസ് ടൈം. ബൈ.